Hi, welcome all. JEE Advanced 2025 ഫിസിക്സ് സൊല്യൂഷൻ ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്തവണ അതായത് 2025 JEE അഡ്വാൻസ്ഡ് റിലേറ്റീവ്ലി ഡിഫിക്കൽട്ട് ആൻഡ് ലെങ്തി ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം അത് ബോധ്യപ്പെടും. എങ്കിലും ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് കൃത്യമായിട്ട് ആ ധാരണ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താനും അതിന് കഴിയും. പക്ഷേ ആ ഒരു വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കറക്റ്റായിട്ട് അത് സ്പോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നാൽ അതോടൊപ്പം തന്നെ പറയേണ്ടതുണ്ട്, ഒട്ടും ആലോചനയ്ക്ക് സ്കോപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ക്വസ്റ്റ്യൻസുകളും അതിലുണ്ട് എന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സെക്ഷൻ 1 എന്ന് പറയുന്നത് നമുക്കതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ 1 ഓരോ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ കറക്റ്റ് ആൻസർ ആണ്. 4 1 മാത്രമേ കറക്റ്റ് ഉള്ളൂ. ആ പാർട്ടാണ് ആദ്യം. പക്ഷെ ഫുൾ മാർക്ക് എത്ര നോക്കൂ, കറക്റ്റ് ആണെങ്കിൽ +4 ആണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, -1 മാർക്ക് ഉണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സെന്റർ ഓഫ് എ ഡിസ്ക് ഓഫ് റേഡിയസ് r ആൻഡ് മാസ് m ഈസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് k. എന്ന് വെച്ചാൽ ഇതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്ക് ഒരു സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് എ റിംഗ് ഓഫ് റേഡിയസ് R ഗ്രേറ്റർ ദാൻ r ആസ് ഷോൺ ഇൻ ഫിഗർ. കാരണം ഇത് കംപ്ലീറ്റ് ഇതാ വലിയൊരു റിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ റിംഗിന്റെ ഇൻസൈഡിലാണ് നമ്മുടെ ഡിസ്ക് ഉള്ളത്. ആ ഡിസ്കിനെ ഒരു സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ് ഇവിടെ റിംഗായിട്ട് അറ്റാച്ച്ഡ് ആണ്, കണക്റ്റഡ് ആണ്. ഓക്കെ, ദ അതർ എൻഡ് ഓഫ് ദ സ്പ്രിങ് ഈസ് അറ്റാച്ച്ഡ് ടു ദ പെരിഫറി ഓഫ് ദ റിംഗ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബോത്ത് ദ റിംഗ് ആൻഡ് ദ ഡിസ്ക് ആർ ഇൻ ദ സെയിം വേർട്ടിക്കൽ പ്ലെയിനിലാണ്. ദ ഡിസ്ക് ക്യാൻ ഓൺലി റോൾ അലോങ് ദ ഇൻസൈഡ് ഓഫ് ദ പെരിഫറി ഓഫ് ദ റിംഗ്. കാരണം ഡിസ്കിന് ഇതാ ഇവിടുന്ന് നോക്കൂ, ഈ രൂപത്തിൽ ഇതാ ഇങ്ങനെയാണ് ഡിസ്കിന് റോൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. റെഡി, വിത്തൗട്ട് സ്ലിപ്പിംഗ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് സ്ലിപ്പിംഗ് ഇല്ല എന്ന് പറഞ്ഞു. സ്ലിപ്പിംഗ് ഇല്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ദെൻ ദ സ്പ്രിംഗ് ക്യാൻ ഓൺലി ബി സ്ട്രെച്ച്ഡ് ഓർ കംപ്രസ്ഡ് അലോങ് ദ പെരിഫറി ഓഫ് ദ റിംഗ് ഫോളോയിങ് ഹുക്സ് ലോ. ഓക്കെ, ഇൻ ഇക്വിലിബ്രിയം ദ ഡിസ്ക് ഈസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ റിംഗ്. യെസ്, അപ്പോൾ ഇതതിൻ്റെ റിലാക്സ്ഡ് പൊസിഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ബോട്ടത്തിലാണ് ഉള്ളത് ഇക്വിലിബ്രിയത്തിൽ. അസ്യൂമിങ് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഡിസ്ക്, ദാറ്റ്സ് അനദർ പോയിന്റ്. സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീറ്റ, ഈ ആംഗിൾ നമുക്ക് തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീറ്റ വളരെ ചെറുതാണെന്ന് അർത്ഥം. ഓക്കെ, ദ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഡിസ്ക് ഈസ് റിട്ടൺ ആസ് t is equal to 2π/ω. The correct expression for omega, g acceleration due to gravity. അപ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒമേഗ. അപ്പോൾ ക്വസ്റ്റ്യൻ കാര്യമായിട്ട് ഇത്തിരി ലെങ്തിയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ കൃത്യമായിട്ട്, കാരണം വായിക്കുന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോരണം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിലേക്ക് നമ്മൾ പോവാണ്. യെസ്, നമുക്ക് ആ ഡയഗ്രം ഞാനൊന്നിവിടെ റീഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഡിസ്ക് ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഡിസ്ക് ഇതാ ഇവിടെയുണ്ട്. ഓക്കെ, ഡിസ്ക്, ആ ഡിസ്കിനെ നമുക്ക് യെസ് ലൈക്ക് ദിസ്. യെസ്, അത് അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് പൊസിഷനിൽ ഞാൻ അതിനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഡിസ്പ്ലേസ്ഡ് പൊസിഷനിൽ ആ ഡിസ്ക് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ ആണ്. ഓക്കെ, യെസ്, ആൻഡ് ലെറ്റ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഇതിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കുകയാണ്. ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടെ സ്പ്രിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ആ സ്പ്രിംഗ് ഭാഗം ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ ഇത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നമ്മുടെ ഡിസ്ക് ഇവിടെയാണുള്ളത്. ഒരു തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ആംഗുലാർ SHM ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഒമേഗയാണ്. അപ്പോൾ എൻ്റെ എയിം ഇതാണ്. ആംഗുലാർ SHM ആകുമ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -ω² x ആണ്.
അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. അപ്പോൾ ആൽഫയുടെ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ കമ്പയർ ചെയ്താൽ ഇൻ ടേംസ് ഓഫ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഒമേഗയെ കണ്ടെത്താം. ഇതാണ് ഒരു മെത്തേഡ്. പല രൂപത്തിൽ നമുക്ക് ഈ പ്രോബ്ലത്തിന് ചെയ്യാം. ഞാൻ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ആണ് ഇൻവോൾവ് ചെയ്ത് നോക്കൂ. ഇത് അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഫോഴ്സുകൾ അവിടെ ഉണ്ടാവും. അവിടെ ഫോഴ്സ് എം ജി താഴോട്ടുണ്ട്, എം ജി വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡിറക്ഷൻ, എം ജി ഇങ്ങോട്ട്, ദിസ് ഈസ് എം ജി. ആ എം ജിയുടെ ഒരു കമ്പോണന്റ് നമുക്ക് അലോങ് ദിസ് ഡിറക്ഷൻ, ആ കമ്പോണന്റ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, യെസ്, ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. therefore this one is mg sin theta, mg sin theta. ഈ കമ്പോണന്റ് mg sin theta. റെഡി. ആൻഡ് ദിസ് ഈസ് mg cos theta. ലെറ്റ് ഇറ്റ് ബി mg cos theta. mg cos theta നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം, കുഴപ്പമില്ല. കാരണം ഇതിന്റെ നോർമൽ റിയാക്ഷൻ അവിടെ വരുന്നുണ്ട്, mg cos theta. അതിന്റെ നോർമൽ റിയാക്ഷൻ നമുക്കിതാ ഇങ്ങോട്ട് വരും. അത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ഫോഴ്സ് ഉള്ളത്? സ്പ്രിംഗ് ഫോഴ്സ് അല്ലേ? കാരണം ഇവിടെ സ്പ്രിംഗ് ഉണ്ട്. അപ്പോൾ ആ സ്പ്രിംഗ് ഫോഴ്സും ഇതേ ഡിറക്ഷനിൽ ഇങ്ങോട്ടുണ്ട്. സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സും ഇങ്ങോട്ട് തന്നെ. സ്പ്രിംഗ് ഫോഴ്സ് എത്രയാണ്? അത് കെ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ക്വസ്റ്റനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഞാൻ ഇവിടെ വളരെ എൻലാർജ് ചെയ്താണ് കാണിച്ചത്, എക്സാജറേറ്റ് ചെയ്താണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈസ് ആക്ച്വലി വെരി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ കെ എക്സ് നമുക്ക് ഫോഴ്സ് അങ്ങോട്ടുണ്ട്. ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാ? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ദ ഇങ്ങോട്ട്, ദ കോണ്ടാക്ട് പോയിന്റിൽ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി എഫ്. ഓക്കെ, എഫ്. ക്വസ്റ്റ്യനിൽ മറ്റൊരു കാര്യം കൂടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഈസ് ആർ, ദിസ് ഈസ് ക്യാപിറ്റൽ ആർ. എന്നിട്ട് നമ്മുടെ ഡിസ്കിന്റെ റേഡിയസ് സ്മോൾ ആർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്കിന്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. ദെർഫോർ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആർ മൈനസ് സ്മോൾ ആർ ആണ്. ദാറ്റ് ഈസ് ആർ മൈനസ് സ്മോൾ ആർ. ഓക്കെ, കെ എക്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ഒരു പോയിന്റിൽ, കോണ്ടാക്ട് പോയിന്റിൽ ഉള്ള ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ എയിം, കാരണം എൻ്റെ എയിം ഇങ്ങോട്ടെത്തലാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് കോണ്ടാക്ട് പോയിന്റിൽ എന്ത് ചെയ്യുക? ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ റീസ്റ്റോറിംഗ് ടോർക്കുകളായിട്ട് നമുക്ക് ആരൊക്കെയുണ്ട്? ദ ഫോഴ്സുകൾ ഇവിടെ കെ എക്സ് ഉണ്ട്, അതേപോലെ എം ജി സൈൻ തീറ്റ ഉണ്ട്, എം ജി സൈൻ തീറ്റ. അപ്പം ഈ എം ജി സൈൻ തീറ്റയും അതുപോലെ തന്നെ കെ എക്സ് ഒക്കെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ ഇവിടെ സെൻറ്ററിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, സെൻറ്ററിലാണ്. എന്നാൽ ഫ്രിക്ഷൻ ഉള്ളത് ഈ കോണ്ടാക്ട് പോയിന്റ് തന്നെ. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഇവിടെ എന്തുണ്ടാക്കില്ല? ടോർക്ക് ഉണ്ടാക്കില്ല. ഫ്രിക്ഷൻ ടോർക്ക് ഉണ്ടാക്കുന്നില്ല. കാരണം അതേ എബൌട്ട് ദ കോണ്ടാക്ട് പോയിന്റ് ആണ് നമ്മൾ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് അതേ പോയിന്റിൽ തന്നെ ആയതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ടോർക്ക് ഉണ്ടാക്കുന്നില്ല. നേരെ മറിച്ച് കെ എക്സും അതുപോലെ എം ജി സൈൻ തീറ്റയും എബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആണ്. എന്ന് വെച്ചാൽ സ്മോളാർ ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അവിടെ സ്മോളാർ ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡി? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് തീറ്റനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആരാ തീറ്റ? തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര? ആർ മൈനസ് ആർ തീറ്റ. ഓർ എക്സ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ഇൻറ്റു തീറ്റ. ക്ലിയർ അല്ലേ അത്? കാരണം ഈ ഒരു പോയിന്റ് വരെയാണ് ദ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ദ ഓസിലേഷൻ നടക്കുന്നത്. അപ്പോൾ ആർ മൈനസ് ആർ, ഓക്കെ, ഓർ എക്സ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ഇൻറ്റു തീറ്റ. റെഡിയാണ്. നമുക്ക് എക്സ് ആവശ്യമുണ്ട്, കാരണം ഇവിടെ സ്പ്രിംഗ് ഫോഴ്സിൽ നമുക്ക് എക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ് അവിടെ എടുത്തു വെച്ചാണ്. അതുപോലെ തന്നെ നോക്കൂ, ഈ അബൌട്ട് ദിസ് പോയിന്റ്, ഈ ഒരു ഓസിലേഷൻ, ഇതിൻ്റെ ആൽഫ എന്തായിരിക്കും? വാട്ട് ഈസ് ആൽഫ? ആൽഫ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ. റെഡി അല്ലേ? ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. യെസ്, ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ. ഓക്കെ, ഇനി നമുക്ക് ടോർക്ക് അബൌട്ട് the point of contact, torque about the point of contact ചെയ്താൽ നമുക്ക് ആൽഫയുടെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ? അവിടെ
ടോർക്ക് ഉണ്ടാക്കുന്ന ഫോഴ്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ദാറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ആ ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ആൽഫ അല്ല, കാരണം ഡിസ്കിന്റെ മുകളിലുള്ള ടോർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസ്കിന് മുകളിലുള്ള ടോർക്കാണ്. ദെർഫോർ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഏതൊക്കെയാണ് ഫോഴ്സ് 1 ഈസ് കെ എക്സ്, കെ ഇൻറ്റു എക്സ് ആരാണ്, എക്സ് ആർ മൈനസ് ആർ ഇൻറ്റു തീറ്റ, പ്ലസ് പിന്നെ ഏതാ ഫോഴ്സ് എം ജി സൈൻ തീറ്റ, ദ ഡിസ്റ്റൻസ് ഇൻറ്റു ആർ. ക്ലിയർ ആണല്ലോ? കാരണം ഈ രണ്ട് ഫോഴ്സും ഇവിടെയാണ്, ഇതാണ് എബൌട്ട് ദിസ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിന്റെ റേഡിയസ്, ഡിസ്കിന്റെ റേഡിയസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോർക്കായി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇത് എന്ത് ടോർക്കാണ്, ഇത് റീസ്റ്റോറിംഗ് ടോർക്കാണ്. ഡിസ്പ്ലേസ് ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ആ ആൽഫ ഈ ആൽഫ അല്ല, കാരണം ദിസ് ആൽഫ ഈസ് ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ആണ് ദിസ് ആൽഫ. ഈ ആൽഫ ആ ആൽഫ അല്ല, മറിച്ച് ഇവിടുത്തെ ആൽഫയാണ്, ഈ ഡിസ്കിന്റെ ആൽഫയാണ് നമ്മൾ എടുത്തിട്ട് കേട്ടോ. ഇത് മൊത്തം ആംഗുലാർ, ഈ ഒരു ആംഗുലാർ എസ് എച്ച് എമ്മിന്റെ ആൽഫയാണ് ഇവിടെ സംസാരിച്ചത്. പക്ഷെ ഇതല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആൽഫ ഡാഷ് എന്ന് കൊടുക്കാം, ആൽഫ ഡാഷ്. ഇനി അതാരാ, അത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ ഡാഷ്. ഐന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ആരുടെ, ഈ ഡിസ്കിന്റെ എബൌട്ട് ദിസ് പോയിന്റ്, എബൌട്ട് ദ കോണ്ടാക്ട് പോയിന്റ്. അപ്പൊ ഡിസ്കിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ദാറ്റ് ഈസ് ഈക്വൽ ടു എബൌട്ട് സെന്റർ ഓഫ് മാസ് എത്രയാണ്, എം ആർ സ്ക്വയർ ബൈ 2. ഇനി പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എം ആർ സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് എം ആർ സ്ക്വയർ ബൈ 2 പ്ലസ് എം ഇൻറ്റു റേഡിയസ് സ്ക്വയർ ഇൻറ്റു ആൽഫ ഡാഷിന് നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ ആൽഫ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലീനിയർ ആക്സിലറേഷൻ ഇൻറ്റു റേഡിയസ്, സോറി ബൈ റേഡിയസ്, ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ ആർ. ആ എയും ഈ എയും സെയിം ആണ്, രണ്ട് എയും സെയിം ആണ്. പക്ഷെ ഇവിടെ ആർ മൈനസ് ആർ ആണ്, ഇവിടെ സ്മോൾ ആർ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ആ പോയിന്റ് ആണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് എനെ നമുക്ക് ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഇനി കഴിഞ്ഞു, ഫിനിഷ്ഡാ, ഇനി കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വ്യക്തമായി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് 3/2 എം ആർ സ്ക്വയർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ആർ, ഇൻറ്റു എ ബൈ ആർ. ആർ കട്ട് ചെയ്തു. ഇനി ഈ ആറും നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം, അത് കട്ട് ചെയ്യാം. യെസ്. ഇനി അവിടെ എനെ നമുക്ക് ആൽഫ വെച്ചിട്ട് ആൽഫയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആർ മൈനസ് ആർ വരും, ആൽഫ ഇൻറ്റു ആർ മൈനസ് ആർ. ആ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് അവിടെ തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 എം ഇൻറ്റു എ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആർ മൈനസ് ആർ ഇൻറ്റു ആൽഫ, ഇനി നമുക്ക് ആൽഫന്റെ ഇക്വേഷനിലേക്ക് പോകാം. Therefore alpha is equal to 3/2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ 2/3 മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ദെൻ എം ഇൻറ്റു ആർ മൈനസ് ആറ് ഇതാ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇവിടെ ആരാ ഉള്ളത്, കെ ഇൻറ്റു ആർ മൈനസ് ആർ ഡിവൈഡഡ് ബൈ, ഞാൻ ഡിവൈഡ് ചെയ്ത് തന്നെ പോകട്ടോ, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്ക് മൊത്തം പോവും. പ്ലസ് ഇവിടെ ഉള്ളത് എം ജി സൈൻ തീറ്റ നമ്മളോട് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് തീറ്റ. എന്താ സൈൻ തീറ്റ നമുക്ക് എന്താക്കാം, നമുക്ക് തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. ദർഫോർ സൈൻ ഞാൻ ഇവിടെ ഒഴിവാക്കി. അപ്പോൾ എം ജി തീറ്റ. അപ്പോൾ രണ്ടിലും തീറ്റ ഉള്ള സ്ഥിതിക്ക് തീറ്റനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. രണ്ടിലും തീറ്റ ഉണ്ട്, തീറ്റനെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ആരാണ്, എം ഇൻറ്റു ആർ മൈനസ് ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. യെസ്, കഴിഞ്ഞു. ആർ മൈനസ് ആർ കട്ട്, എം കട്ട്. ഇത്രയും ഭാഗം ആരാ, ഇത്രയും ഭാഗം മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ അല്ലേ, Therefore ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് എടുക്കാം. Yes. Okay. Yes.
അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് 2/3 ഇവിടെ ബ്രാക്കറ്റിൽ കെ ഡിവൈഡഡ് ബൈ എം പ്ലസ് ജി ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ ഇൻറ്റു തീറ്റ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. Now comparing, you will get omega is equal to root of 2/3 into k by m plus g divided by r minus r. This is the final answer. That is option A is the correct answer. 2/3 g by r minus r plus k by m. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് വേറെയും മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് എനർജി കൺസർവേഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ എനർജി, റോളിംഗ് കൈനറ്റിക് എനർജി, ദെൻ ഫ്രിക്ഷൻ, അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, എനർജി ഡെസിപ്പേഷൻ ഇല്ല. അപ്പോൾ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്, എനർജി ഡെസിപ്പേഷൻ 0. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് അതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് 0 കിട്ടണം. അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്.